ക്രിസ്റ്റ് ഫോർ ലൈഫിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ പുരാതന വചനം നിങ്ങളുടെ ആത്മാവിനായി ഇന്ന് ഒരു ജീവനുള്ള ശബ്ദമായി മാറുന്നിടം. ഉൽപ്പത്തിയിലൂടെയുള്ള ഈ യാത്രയിൽ വെളിച്ചം ഇരുട്ടിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതും ആകാശം അരാജകമായ ആഴങ്ങളിൽ വലിച്ചു നീട്ടപ്പെടുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ 3-ാം ദിവസത്തിലെത്തിയിരിക്കുന്നു. ഉറച്ചതും വിശുദ്ധവുമായ എന്തോ ഒന്ന് ഉയരാൻ തുടങ്ങുന്ന ഒരു ദിവസം. ഉൽപ്പത്തി അധ്യായം 1 വാക്യം 9 മുതൽ 13 വരെ ആശയക്കുഴപ്പത്തിൻ്റെ വെള്ളത്തിൽ നിന്ന് സൗന്ദര്യവും ജീവനും ക്രമവും കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ ശക്തിയുടെ മുന്നിൽ നമ്മളെ എത്തിക്കുന്നു. അനന്തമായ ആഴക്കടലുകൾ വിറകൊള്ളുന്നു, പിന്നെ വേർപെടുന്നു. ഒരു ശബ്ദം സംസാരിക്കുന്നു. പെട്ടെന്തിരമാലകൾ, പിൻവാങ്ങുന്നു വെള്ളപ്പൊക്കങ്ങൾ, മുട്ടുകുത്തുന്നു ഭൂമി. ശക്തവും ചലിക്കാത്തതും നിത്യവുമായ ഒന്ന് ഉയർന്നുവരുന്നു. ഇവിടുത്തെ ഹീബ്രു വാക്ക് യബ്ബർഷാവാണ്. ഉണങ്ങിയ നിലം എന്നതിനേക്കാൾ കൂടുതൽ ഇതിനർത്ഥമുണ്ട്. ഉറച്ചതും ആശ്രയിക്കാവുന്നതുമായ ഒന്നിനെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് നിൽക്കാനും പണിയാനും പ്രത്യാശിക്കാനും കഴിയുന്ന ഒന്ന്. ദൈവം ലക്ഷ്യത്തോടെ കൂട്ടിച്ചേർക്കുന്നു, വേർതിരിക്കുന്നു, ക്രമീകരിക്കുന്നു. അരാജകത്വം ഒതുക്കപ്പെട്ടിരിക്കുന്നു. ഇത് വെറും ഭൂമിശാസ്ത്രമല്ല, ഇതൊരു ദിവ്യവാസ്തുവിദ്യയാണ്. ജീവൻ ഉയർന്നുവരാൻ ഇപ്പോൾ ഇടമുണ്ട്. മനുഷ്യരാശി നടക്കാൻ പോകുന്ന ഒരു സ്ഥലവും. ദൈവമുണങ്ങിയ നിലത്തിന്, ഭൂമിയെന്നും ഒന്നിച്ചുകൂടിയ വെള്ളത്തിന് സമുദ്രങ്ങളെന്നും പേരിട്ടു. അത് നല്ലതെന്നു ദൈവം കണ്ടു. വെളിച്ചത്തിനും ആകാശത്തിനും ചെയ്തതുപോലെ ദൈവം ഭൂമിക്കും സമുദ്രത്തിനും പേരിടുന്നു. ക്വാറ, ഗറെ, ഗസെൻസൈ. പേരിടുന്നത് അധികാരം കാണിക്കുന്നു, അടുപ്പം, ബന്ധം. ഭൂമിയും എററ്റ്സ്, സമുദ്രങ്ങളും യാമിം. ഭൗതികശാസ്ത്രപരമായ യാദൃച്ഛികതകളല്ല, അവ ബോധപൂർവവും ക്രമീകരിക്കപ്പെട്ടതുമായ സൃഷ്ടികളാണ്. അവയെ അവയുടെ സൃഷ്ടാവ് തോവ് നല്ലത് എന്ന് വിളിച്ചു. പല പുരാതന സംസ്കാരങ്ങൾക്കും സമുദ്രം ഒരു രാക്ഷസനായിരുന്നു, അരാജകത്വമുള്ളതും അപകടകരമായതും ദൈവികവുമായ ഒന്ന്. എന്നാൽ ഇവിടെ ഉൽപ്പത്തിയിൽ ദൈവം വെള്ളവുമായി യുദ്ധത്തിലല്ല. അവൻ സംസാരിക്കുന്നു, അവ അനുസരിക്കുന്നു. അവൻ അവയ്ക്ക് അതിരുകൾ വയ്ക്കുന്നു, അവൻ അവയ്ക്ക് പേരിടുന്നു. മറ്റുള്ളവർ ഭയപ്പെടുന്നതിനെ അവൻ ഭരിക്കുന്നു. ഇത് നമുക്കുള്ള പ്രതീക്ഷയാണ്. കാരണം ദുഃഖത്തിൻ്റെ വെള്ളം ഉയരുമ്പോൾ, ജീവിതത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ മുങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോൾ ദൈവം ഇപ്പോഴും സംസാരിക്കുന്നു. കര കാണട്ടെ. അവൻ്റെ വാഗ്ദാനങ്ങളുടെ നിലം നമ്മുടെ പാദങ്ങൾക്കടിയിൽ ഉയരുന്നു. എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ അവൻ ഒരു വഴി ഉണ്ടാക്കുന്നു. എന്നാൽ അവൻ അവിടെ നിർത്തുന്നില്ല. പിന്നെ ദൈവം പറഞ്ഞു, ഭൂമിയിൽ നിന്നു സസ്യം, അതായത് വിത്തുള്ള ചെടികളും ഭൂമിയിൽ അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ. അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ജീവന്റെ അത്ഭുതം ആരംഭിക്കുന്നു. മൃഗങ്ങളുടെ ജീവനല്ല, മറിച്ച് നിശബ്ദമായ പച്ചയായ സമൃദ്ധമായ വളർച്ച. ആദ്യത്തെ ജീവനുള്ള വസ്തുക്കൾ പ്രത്യക്ഷപ്പെടുന്നു, ശബ്ദത്തോടെയല്ല മറിച്ച് നിശബ്ദമായ ശക്തിയോടെ. വിത്തുള്ള ചെടികൾ എഷൂവ് മസ്രിയാസ, എസെവ് മസ്രിയാസറ. ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ എറ്റ്സ് പ്രീ ഒസാ പ്രീ ലെമിനോ, എറ്റ്സ് പ്രീ ദോസെഹ് പ്രീ ലെമിനോ. ഓരോന്നും അതതുതരം അനുസരിച്ച് പുനരുത്പാദനം നടത്താൻ രൂപകൽപ്പന ചെയ്ത ഗുണനത്തിന്റെ രഹസ്യം വഹിക്കുന്നു. ജീവൻ ഇപ്പോൾ ഒരു താളം ആരംഭിക്കുന്നു. മുളയ്ക്കുന്നു, പാകമാകുന്നു, പെരുകുന്നു. തൻ്റെ ജ്ഞാനത്തിൽ ദൈവം ആദ്യം മൃഗങ്ങളെയോ മാലാകമാരെയോ അല്ല തിരഞ്ഞെടുക്കുന്നത്, വിത്തുകളെയാണ്. ചെറുതും എളിയതും ശാന്തവും എന്നാൽ സാധ്യതകൾക്ക് അതിരുകളില്ലാത്തതുമായവ. ദൈവം ഭക്ഷണം മാത്രമല്ല ഉണ്ടാക്കിയത്, അവൻ ഫലങ്ങളുണ്ടാക്കി. അതിജീവനത്തിന് മാത്രമല്ല, മധുരത്തിനും വേണ്ടിയും. വെറും അനിവാര്യതയുടെ ചാരനിറത്തിലല്ല, മറിച്ച് നിറങ്ങളുടെയും രുചികളുടെയും സുഗന്ധത്തിൻ്റെയും ഒരു തോട്ടം. അവൻ പോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകം സൃഷ്ടിച്ചു. ഈ വിശുദ്ധ വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഓരോ അരുവിയുടെയും സമ്പന്നമായ സത്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. സഭാപിതാക്കന്മാർ ഇവിടെ കൂദാശയുടെ ആദ്യ പ്രതിധ്വനികൾ കണ്ടു. ഭൗതികമായത് ആത്മീയമായതിനെ വഹിക്കാൻ കഴിയും. വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ് ഭൂമി എത്ര പെട്ടെന്നാണ് അനുസരിച്ചതെന്നും പച്ചയായ ജീവന് ജന്മം നൽകിയതെന്നും കണ്ട് അത്ഭുതപ്പെട്ടു. വിശുദ്ധ അഗസ്റ്റിൻ ദൈവീകമായ ക്രമം പ്രവർത്തിക്കുന്നത് കണ്ടു. ഓരോ തരം സസ്യങ്ങളും യാദൃച്ഛികമായിട്ടല്ലാതെ ഒരു ലക്ഷ്യത്തോടെ പുനരുത്പാദനം നടത്തുന്നു. ജോൺ വോൾട്ടനെപ്പോലുള്ള ആധുനിക പണ്ഡിതന്മാർ ഇവിടെ ധർമ്മത്തിന്റെ സ്ഥാപനം കാണുന്നു. ദൈവം സ്വയം പോഷിപ്പിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകം സൃഷ്ടിക്കുന്നു. കത്തോലിക്ക സഭയുടെ വേദോപദേശത്തിൽ CCC 301 കാണുന്നതുപോലെ ഇങ്ങനെ ഉറപ്പിക്കുന്നു: ദൈവം എല്ലാ ജീവികളെയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിത്ത് ഈ അത്ഭുതം ഉൾക്കൊള്ളുന്നു, നിലനിർത്തപ്പെടുന്നു, നിലനിർത്താൻ കഴിവുള്ളതുമാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് ഈ ക്രമത്തിൽ ഒരു ദൈവിക ബുദ്ധിയുടെ അടയാളം കണ്ടു. ഓരോ ഭാഗവും അതിനേക്കാൾ വലിയ ഒരു ലക്ഷ്യത്തെ സേവിക്കുന്നു. ഗ്രീക്ക് മുതൽ എത്യോപ്യൻ പാരമ്പര്യങ്ങൾ വരെയുള്ള ഓർത്തഡോക്സ് ക്രൈസ്തവ ഭൂമി ഒരു ഗർഭപാത്രം പോലെയാണ്. ദൈവത്തിന്റെ വചനം സ്വീകരിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു.
കന്യകാമറിയം വചനത്തെ ജഡമായി സ്വീകരിച്ചതുപോലെ ഭൂമി ഇപ്പോൾ സൃഷ്ടിയുടെ വചനം സ്വീകരിക്കുന്നു. ഇത് ആരാധനാപരമാണ്, ഇത് വിശുദ്ധമാണ്, ഇത് ദൈവീകമായതിൽ പങ്കുചേരലാണ്. മാർട്ടിൻ ലൂഥർ ജോൺ കാൽവിനെപ്പോലുള്ള പ്രൊട്ടസ്റ്റന്റ് നവീകരണക്കാർ ഇതിനെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ വിശ്വസ്തതയുടെ അടയാളമായി കണ്ടു. ലൂഥർ എഴുതി, കർഷകന്റെ പ്രയത്നം കൊണ്ടല്ല മറിച്ച് അതിലുള്ള ദൈവത്തിന്റെ ശക്തി കാരണമാണ് വിത്ത് വളരുന്നത്. വിത്തുകൾ വളർത്തുന്ന ദൈവം വിശ്വാസം വളർത്തുന്ന ദൈവമാണ്. ഇത് കൃപയുടെ പതുങ്ങിയതും ശക്തവുമായ താളമാണ്. ഭൂമിയിൽ നിന്നു സസ്യവർഗവും അതതുതരം വിത്തുള്ള സസ്യങ്ങളും അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചുവന്നു. അത് നല്ലതെന്നു ദൈവം കണ്ടു. അങ്ങനെ സന്ധ്യയായി രാവിലെയായി 3-ാം ദിവസം. സൃഷ്ടിയുടെ കഥയിൽ നന്മയുടെ 2 പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്ന ആദ്യ ദിവസമാണിത്. എന്തുകൊണ്ട്? കാരണം ദൈവം ഘടനയിൽ മാത്രമല്ല ഫലസമൃദ്ധിയിലും സന്തോഷിക്കുന്നു. സൗന്ദര്യത്തിൽ, പെരുകുന്നതിൽ. ജീവിതം വെറുതെ നിലനിൽക്കാൻ വേണ്ടിയുള്ളതല്ല, അത് വളരാൻ വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം നമ്മളെ നേരിട്ട് ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. യേശു യഥാർത്ഥ വിത്താണ്, ഭൂമിയിൽ വീണു മരിച്ചു വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ധാരാളം ഫലം പുറപ്പെടുവിച്ച ഗോതമ്പുമണി. യോഹന്നാൻ അധ്യായം 12 വാക്യം 24. അവൻ വചനം വിതച്ചവനും പുതിയ ജീവൻ നൽകുന്നവനും മനുഷ്യരാശിയുടെ മണ്ണിൽ നട്ടുവളർത്തപ്പെട്ട ജീവന്റെ വൃക്ഷവുമാണ്. അതിന്റെ ഫലം രാജ്യങ്ങളെ സൗഖ്യമാക്കുന്നു. വെളിപാട് അധ്യായം 22 വാക്യം 2. ദൈവരാജ്യം ഒരു കടുകുമണിക്ക് തുല്യമാണെന്ന് അവൻ നമ്മളോട് പറഞ്ഞു. എല്ലാ വിത്തുകളിലും ചെറുത്തെന്നിട്ടും പലർക്കും ഒരു അഭയകേന്ദ്രമായി വളരുന്നു. അവൻ ജഡമായിത്തീർന്ന വചനമാൺമരണത്തിൽ അടക്കപ്പെട്ടു മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റു. 3-ാം ദിവസം ഉയിർപ്പിന്റെ ഒരു മന്ത്രിക്കലാണ്. അപ്പോൾ സൃഷ്ടിയുടെ ഈ 3-ാം ദിവസം നിങ്ങളോട് എന്താണ് പറയുന്നത്? ഇത് പറയുന്നു, നിങ്ങൾ വളരാൻ വേണ്ടിയാണ് ഉണ്ടാക്കപ്പെട്ടത്. ദൈവവചനത്തിന് ഫലഭൂയിഷ്ടമായ മണ്ണായിത്തീരാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ വിശുദ്ധി വീരശൂര പരാക്രമമായി തോന്നുന്നു. പാപത്തിന്റെ കളകൾ, സംശയത്തിന്റെ പാറകൾ, വിശുദ്ധമായ എന്തെങ്കിലും വേരുറപ്പിക്കാൻ ദൈവം അവയെ നീക്കം ചെയ്യുന്നു. നിങ്ങളൊരു തരിശുഭൂമിയല്ല, നിങ്ങൾ പുരോഗതിയിലുള്ള ഒരു തോട്ടമാണ്. വളർച്ചയുടെ സാവധാനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ എളിമ ശക്തമായി തോന്നുന്നു. വിത്ത് ഒറ്റ രാത്രി കൊണ്ട് മുളക്കുന്നില്ല, പക്ഷേ അതിന് ജീവനുണ്ട്. നിങ്ങളും അതുപോലെ. ദൈവീകമായ പ്രക്രിയയ്ക്ക് കീഴ്പ്പെടുക. മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം നിങ്ങളെ രൂപപ്പെടുത്താൻ അനുവദിക്കുക. നമ്മൾ സൃഷ്ടിയുടെ താളത്തെ പ്രതിഫലിക്കുമ്പോൾ ക്രിസ്തുവിനെപ്പോലെയായിരിക്കുന്നത് ബുദ്ധിപരവും ഉന്നതവുമായി തോന്നുന്നു. നമ്മൾ സ്വീകരിക്കുന്നു, നമ്മൾ വളരുന്നു, നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നു. കൈയടിക്കുവാനല്ല, അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഒച്ചയും വേഗതയും തേടുന്ന ഒരു ലോകത്തിൽ ദൈവം നമ്മളെ ആഴത്തിലേക്കും സമൃദ്ധിയിലേക്കും വിളിക്കുന്നു. നമുക്ക് ഒരു നിമിഷം നിർത്തി ചിന്തിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതു ഭാഗങ്ങളിലെ വെള്ളത്തെയാണ് ദൈവം ഒന്നിച്ചുകൂട്ടി പുതിയ നിലം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളിൽ വളരാൻ കാത്തിരിക്കുന്ന ഏതൊക്കെ വിത്തുകളാണ് അവൻ നട്ടിരിക്കുന്നത്? ഏതു തരം ഫലം പുറപ്പെടുവിക്കാനാണ് അവൻ നിങ്ങളെ വിളിക്കുന്നത്? തിടുക്കം കാണിക്കരുത്. വചനം വേരുറപ്പിക്കട്ടെ, അത് മുളയ്ക്കട്ടെ, അത് തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കട്ടെ. ഇപ്പോൾ ഒരു പ്രാർത്ഥനയുടെ നിമിഷം. കർത്താവേ, എല്ലാ ജീവന്റെയും സൃഷ്ടാവ് നീയാണ്. ഇന്ന് എന്റെ ജീവിതത്തിലേക്ക് നിന്റെ വചനം സംസാരിക്കണമേ. ഞാൻ ഒഴുകി നടക്കുന്നുവെന്ന് തോന്നുന്നിടത്ത് ഒരു ഉറച്ച അടിസ്ഥാനം സ്ഥാപിക്കണമേ. നിന്റെ മഹത്വത്തിനായി ഞാൻ ധാരാളം ഫലം പുറപ്പെടുവിക്കേണ്ടതിൻ സത്യത്തിന്റെ നിന്റെ വിത്ത് എന്റെ ഉള്ളിൽ നടണമേ. അങ്ങയുടെ നല്ല സൃഷ്ടിയുടെ ഒരു പ്രതിഫലനം എന്നെയാക്കണമേ. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച നിലത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമായി ഇത് പങ്കിടുക. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെയുണ്ട്. ക്രൈസ്റ്റ് 4 ലൈഫ് 143@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതുക. നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഉൽപ്പത്തിയുടെ അത്ഭുതത്തിലേക്ക് വചനം തോറും നമ്മൾ തുടരുമ്പോൾ അടുത്ത തവണ ഞങ്ങളോടൊപ്പം ചേരുക. 4-ാം ദിവസം ആകാശത്തിൽ വെച്ച വിളക്കുകൾ. ദൈവത്തിന്റെ കാലത്തിന്റെയും ലക്ഷ്യത്തിന്റെയും വലിയ പ്രപഞ്ച കലണ്ടർ. നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൽപ്പത്തി അധ്യായം 1 വാക്യം 14 മുതൽ 19 വരെ പര്യവേക്ഷണം ചെയ്യുമ്പോൾ കൂടെയുണ്ടാകുക. അതുവരെ അവന്റെ വചനം നിങ്ങളുടെ വിത്തായിരിക്കട്ടെ. അവന്റെ ആത്മാവ് നിങ്ങളുടെ മഴയായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ ഒരു ഫലസമൃദ്ധമായ തോട്ടമായിരിക്കട്ടെ. പോവുകവനിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കുക.